നമസ്കാരം, ഞാൻ ആതിര. നമ്മൾ ഇന്ന് BEd ഫസ്റ്റ് സെമസ്റ്ററിലെ ഫിലോസഫി പേപ്പറായ എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യയിലെ ഒരു ചെറിയൊരു പോർഷനാണ് നോക്കാൻ പോകുന്നത്. കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? വ്യത്യസ്തത. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. അത് പല പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ വ്യത്യസ്തരാണ്. ഇൻഡിവിജ്വാലിറ്റി, പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. ആ ഒരു വ്യത്യസ്തത എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ ലെവലിലാണ് വ്യത്യസ്തത എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു വേർഡ് മീനിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിക്ഷണറി മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് അൺലൈക്നെസ് അല്ലെങ്കിൽ ബീങ് ഡിഫറെന്റ് എന്നുള്ളതൊക്കെയാണ്. സ്റ്റേറ്റ് ഓഫ് അൺലൈക്നെസ്, ബീങ് ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം. അതാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം. പല പല കാരണങ്ങൾ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ പല പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എല്ലാവരും വ്യത്യസ്തരായിരിക്കുന്നത്. ഒരാളും ഒരാളെ പോലെ എക്സാക്ട് സെയിം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന റീജിയൻ, നമ്മളുടെ ലോക്കൽ കമ്മ്യൂണിറ്റി, നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, അതെല്ലാം എന്താണ്? വ്യത്യസ്തമാണ് അല്ലേ? ഒരാളുടെ പോലെ അല്ലല്ലോ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, നമ്മൾ ജീവിക്കുന്ന രീതി, നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈല്, നമ്മുടെ വേ ഓഫ് ലൈഫ്, ഫുഡ് ഹാബിറ്റ്സ്, അതെല്ലാം വ്യത്യസ്ത ഘടകങ്ങൾ തന്നെയാണ്. അതെല്ലാം നമ്മളെ ഒന്നിൽ നിന്നും അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലെ ഫസ്റ്റ് ലെവലിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഡൈവേഴ്സിറ്റി അറ്റ് സോഷ്യൽ ലെവൽ. സൊസൈറ്റിയിലോട്ട് നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് പറയുന്ന വാക്കാണ് കൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് കൾച്ചർ? നമ്മളുടെ വേ ഓഫ് ലൈഫ്, നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചു വന്നിരിക്കുന്നത്, ഭാവി തലമുറയിലേക്ക് പഠിപ്പിക്കാൻ പോകുന്നത് എന്തൊക്കെയാണോ, അതെല്ലാം എന്താണ്? ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, കൾച്ചർ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു ടേം ആണോ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണോ? അല്ല അല്ലെ? നമ്മളുടെ മുതുമുത്തശ്ശന്മാര് ജീവിച്ചിരുന്ന രീതിയല്ല നമ്മളുടെ ഗ്രാൻഡ് പാരൻസ് ജീവിച്ചിരുന്നത്. ആ ഒരു രീതിയിലല്ല നമ്മളുടെ പാരൻസ് ജീവിച്ചത്. നമ്മൾ ജീവിക്കുന്നതും ഇനി ഭാവി തലമുറകൾ ജീവിക്കാൻ പോകുന്നതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ്. അപ്പൊ കൾച്ചർ എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റാറ്റിക് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇറ്റ് ഷുഡ് ബി ഡൈനാമിക്. അത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മളുടെ സൊസൈറ്റിയിൽ വരുന്ന മാറ്റങ്ങളെല്ലാം കൾച്ചറിനെ കൂടി ബാധിക്കും. ഇപ്പൊ നമ്മൾ ലീവ് ചെയ്യുന്ന ഒരു പ്രസന്റ് സിറ്റുവേഷൻ, അത് എങ്ങനെയൊക്കെയാണോ അതിനനുസരിച്ചിരിക്കും നമ്മളുടെ വേ ഓഫ് ലൈഫ്, ഫുഡ് ഹാബിറ്റ്സ്, എല്ലാം ട്രഡീഷൻ എല്ലാം വരുന്നത്. അപ്പോൾ സൊസൈറ്റിയിൽ വരുന്ന മാറ്റങ്ങളെല്ലാം എന്തിനേയും ഇൻഫ്ലുവൻസ് ചെയ്യും? കൾച്ചറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോ ജീവിക്കുന്ന രീതിയിലായിരിക്കില്ല വേറൊരു പ്രദേശത്തുള്ള ആൾക്കാർ ജീവിക്കുന്നത്. അവിടെ നമ്മൾ ആചരിക്കുന്ന രീതിയിലായിരിക്കില്ല അവരുടെ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതെല്ലാം എന്താണ്? വ്യത്യസ്തമാക്കുകയാണ്. അപ്പോൾ ഓരോ പ്രദേശത്തെ ബേസ് ചെയ്തിട്ടും അവിടെയുള്ള കൾച്ചറിലുള്ള വ്യത്യാസങ്ങൾ അവിടുത്തെ സൊസൈറ്റിനെ ബേസ് ചെയ്തിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഡൈവേഴ്സിറ്റി അറ്റ് സോഷ്യൽ ലെവലിൽ പറയുന്നത്. നെക്സ്റ്റ്, ഡൈവേഴ്സിറ്റി അറ്റ് ഇൻഡിവിജ്വൽ ലെവൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാളെ പോലെ അല്ല മറ്റൊരാള്. ഇപ്പൊ നമ്മൾ ട്വിൻസിന്റെ കാര്യം പറയാൻ തന്നെ അവർ ചിലപ്പോൾ കാണുമ്പോൾ ഒരുപോലെയാണെങ്കിലും അവരുടെ സ്വഭാവത്തിലെല്ലാം ഭയങ്കര വ്യത്യസ്തത നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരാൾക്ക് വരയ്ക്കാനാണ് ഇഷ്ടമെങ്കിൽ ഒരാൾക്ക് പാട്ടുപാടാനായിരിക്കും ഇഷ്ടം. അവരുടെ ഇൻഡിവിജ്വാലിറ്റി, പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ് എല്ലാം എന്താണ്? വ്യത്യസ്തമായിരിക്കും അല്ലെ? നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളായിരിക്കാം ഒരാൾ, പക്ഷെ മറ്റൊരാൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ ഓരോരുത്തരിനെ ബേസ് ചെയ്തിട്ട് അവർ സൈക്കോളജിക്കൽ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളുടെ കൂട്ടത്തിൽ പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കുക, എനിക്ക് എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്നതായിരിക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്ന ഒരാളുണ്ടാവാം. അപ്പോൾ അതെല്ലാം അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. ഇപ്പൊ നമ്മൾ ട്വിൻസിന്റെ കാര്യം തന്നെ എടുത്തെടുത്ത് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് ഒരാളെ പോലെ അല്ല എക്സാക്ട് സെയിം അടുത്ത ആൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും എന്താണ്? യൂണീക്ക് ആണ് അല്ലെ? ഒരു എക്സാക്ട് സെയിം എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ, എന്നെ പോലെ വേറൊരാളെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റില്ല. ചിലപ്പോൾ ലുക്കിൽ പറ്റുണ്ടാവും, പക്ഷെ സ്വഭാവത്തിലും ആറ്റിറ്റ്യൂഡിലും എല്ലാത്തിലും എന്താണ്? വ്യത്യസ്തം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഡൈവേഴ്സിറ്റി ആയിട്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഡൈവേഴ്സിറ്റിയുടെ കാര്യം പറയുമ്പോൾ പണ്ട് കണ്ടെന്ന ഡൈവേഴ്സിറ്റിയുടെ ഒരു രീതിയിലല്ല ഇന്ന് നമ്മൾ ഡൈവേഴ്സിറ്റിനെ കാണുന്നത്. പണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ആണ്, പെണ്ണ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഇത്ര ഹൈറ്റ് ഉണ്ട്, ഇത്ര നീളുണ്ട്, ഇത്ര തടിയുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു ഡൈവേഴ്സിറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ കുറച്ചും കൂടി മോഡിഫൈഡ് ആയിട്ടാണ് ആ ഒരു വാക്കിനെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻഡിവിജ്വാലിറ്റി, പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ വ്യത്യസ്തത കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസസിൽ വരുന്ന ഒരു കാര്യമാണ്. ലാസ്റ്റ് വൺ നമുക്ക് പറയുന്നതാണ് ഡൈവേഴ്സിറ്റി അറ്റ് ഇന്ത്യൻ സൊസൈറ്റി.
നമ്മൾ ഇത്ര നേരം പറഞ്ഞതെല്ലാം എന്തായിരുന്നു? സൊസൈറ്റി, ഇൻഡിവിജ്വൽ, ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലാണ്. അപ്പൊ ഇന്ത്യയിൽ എത്രമാത്രം വ്യത്യസ്തതകളായിരിക്കും ഉണ്ടാവുക. ഈ ഒരു വ്യത്യസ്തതകളുടെ കൂടെ തന്നെ ഒരുപാട് വ്യത്യസ്തതകൾ കൊണ്ട് ഇന്ത്യൻ സൊസൈറ്റി വ്യത്യസ്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ സൊസൈറ്റിയിൽ തന്നെ പറയുമ്പോൾ അവിടെ വീണ്ടും നമുക്ക് കുറച്ച് ഹെഡ്സിലായിട്ട് നമുക്കത് പറയാനായിട്ട് പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് ലാംഗ്വേജ്, ഡൈവേഴ്സിറ്റി ഓഫ് ലാംഗ്വേജ്. നമ്മളുടെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ പറയുന്ന രീതിയിലായിരിക്കില്ല ഒരു തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു രീതി, അതായിരിക്കില്ല കോട്ടയംകാർ പറയുന്നത്, അതായിരിക്കില്ല പാലക്കാടുകാരുടെ സ്ലാങ്. എല്ലാം എന്താണ്? വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഓരോ പ്രദേശത്തിനെയും ബേസ് ചെയ്തിട്ട് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജസിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ നമ്മളത് ആലോചിച്ച് നോക്കും, നമ്മുടെ ഇന്ത്യയിൽ എത്രത്തോളം ഇങ്ങനെ പ്രദേശങ്ങൾ ഉണ്ടാവും, അവിടെ എല്ലാം എന്താണ്? ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ലാംഗ്വേജസ് ആണ് ഉള്ളത്. മോർ ദാൻ 200 ലോക്കൽ ലാംഗ്വേജസ് ആണ് നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉള്ളതെന്നാണ് പറയുന്നത്. അതെല്ലാം എന്താണ്? നമ്മുടെ കൺട്രീനെ വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതാണ് നമ്മുടെ ഡൈവേഴ്സിറ്റി ആയിട്ട് ലാംഗ്വേജിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണില് റീജിയണൽ ഡൈവേഴ്സിറ്റി. നമ്മളുടെ റീജിയനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ താമസിക്കുന്ന പ്രദേശം ചൂട് കൂടുതലുള്ള പ്രദേശമായിരിക്കാം ചിലപ്പോൾ. എന്ന് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി എടുക്കുകയാണെങ്കിൽ അവിടെ മഴയുള്ള പ്രദേശങ്ങളുണ്ട്, മഞ്ഞുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു റീജിയനെ ബേസ് ചെയ്തിട്ട് തന്നെ അവിടുത്തെ ആൾക്കാരുടെ രീതിയിൽ എന്താവും? വ്യത്യാസം വരാം അല്ലെ? ഇപ്പൊ മഴക്കാലത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ഒരു വേ ഓഫ് ലൈഫ്, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല്, ഫുഡ് ഹാബിറ്റ്സ്, അതൊന്നും ആയിരിക്കില്ല മരുഭൂമിയിലുള്ള ആൾക്കാരുടെ വേ ഓഫ് ലൈഫ്, ഡ്രസ്സിങ് സ്റ്റൈലെല്ലാം. അപ്പൊ നമ്മളുടെ റീജിയനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ ആൾക്കാർ, ആ ഒരു പ്രദേശത്തെ ആൾക്കാരുടെ എന്തിലെല്ലാം വ്യത്യാസം വരാം? ഈ ഒരു ലൈഫിൽ, അവരുടെ കൾച്ചറിലും ട്രഡീഷനിലും എല്ലാത്തിലും ആ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലെ റീജിയനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇന്ത്യയിലെ ഡൈവേഴ്സിറ്റീസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ റീജിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഈ റീജിയനെ പോലെ തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റീസ് ഉള്ള ഒരു കൺട്രി തന്നെയാണ്. മഴയുള്ള പ്രദേശം, മഞ്ഞുള്ള പ്രദേശം, ഉയരം കൂടിയുള്ള പ്രദേശങ്ങൾ, കുറെ പുഴകൾ ഉള്ളത്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മഴ, മരുഭൂമി, അതൊക്കെ നമ്മൾ എന്താണ്? വ്യത്യസ്ത ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് എന്താണ്? അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ലൈഫിലും ആ ഒരു വ്യത്യസ്തത നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ മേഘാലയ, ചിറാപുഞ്ചി ഭാഗത്തൊക്കെ എപ്പോഴും മഴയുള്ള പ്രദേശങ്ങളാണ്. ആ ഒരു പ്രദേശത്തുള്ള ആൾക്കാരുടെ ഡ്രസ്സിങ് സ്റ്റൈല്, വേ ഓഫ് ലൈഫ് ഒന്നും ആയിരിക്കില്ല മരുഭൂമി, രാജസ്ഥാനിലുള്ള ആൾക്കാരുടെ രീതി ഉണ്ടാവുക. അപ്പോൾ നമ്മളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടും നമ്മളുടെ ഡൈവേഴ്സിറ്റീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെല്ലാം നമ്മളുടെ ഇന്ത്യനെ വീണ്ടും വീണ്ടും വ്യത്യസ്തമാക്കുകയാണ് ചെയ്യുന്നത്, ഫിസിക്കൽ ഫീച്ചേഴ്സ്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ പറഞ്ഞാണ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഫസ്റ്റ് ലാംഗ്വേജ് പറഞ്ഞു, സെക്കൻഡ് പിന്നെ റീജിയൻ പറഞ്ഞു, ദെൻ ഫിസിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞു. ദെൻ പിന്നെ നമുക്ക് പറയുന്ന പോലെ തന്നെ റിലീജിയൻ. ഒരുപാട് റിലീജിയൻ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ട്. അതിപ്പോ ഹിന്ദുസം, സിഖിസം, ബുദ്ധിസം, അതുപോലെ തന്നെ പാർസി, പിന്നെ മുസ്ലിം, ക്രിസ്ത്യാനിറ്റി, അങ്ങനെ ഒരുപാട് റിലീജിയൻ നമ്മളുടെ നാട്ടിൽ ഉണ്ട്. ആ ഒരു റിലീജിയൻ എല്ലാം തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ട്രഡീഷൻസ് ഉണ്ട്, ആചാരങ്ങളുണ്ട്, പിന്നെ അവരുടെ വേ ഓഫ് ലൈഫുകളുണ്ട്. അപ്പോൾ ഈ ഒരു റിലീജിയനെ ബേസ് ചെയ്തിട്ടും നമ്മളുടെ കൺട്രി എന്താണ്? വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലെ? ഇപ്പോൾ നമുക്കിപ്പോ ഒരു ഹിന്ദുസ് അല്ലെങ്കിൽ മുസ്ലിംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു അവരുടെ ഒരു റിലീജിയനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈല്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ പറയുകയാണെങ്കിൽ പർദ്ദ ഫുൾ ഇടുന്നത്, പിന്നെ നമ്മളുടെ ഹിന്ദുസിനെ പറയുന്നത് സാരി, ട്രഡീഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ സാരി, ചുരിദാർ. അപ്പൊ അതൊക്കെ നമ്മളുടെ ഒരു റിലീജിയനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ എന്താണ് വ്യത്യാസം വരും. അതുപോലെ തന്നെ ബുദ്ധിസം, സിഖിസം, അങ്ങനെ ആ ഒരു റിലീജിയസിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ ട്രഡീഷനിലും നമ്മളുടെ എല്ലാ തരത്തിലുള്ള ജീവിത രീതികളിലും നമുക്ക് മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള റിലീജിയൻ എല്ലാം നമ്മൾ എന്താണ്? ഇന്ത്യനെ ഡൈവേഴ്സിഫൈഡ് ആക്കി മാറ്റുന്നുണ്ട്. ദെൻ റിലീജിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നതാണ് ക്ലാസ് ആൻഡ് കാസ്റ്റ്. ഓരോ റിലീജിയന്റെ ഉള്ളിലും എന്താണ്? ക്ലാസ്സുകൾ, ഡിഫറെന്റ് ക്ലാസ്സുകൾ, ഡിഫറെന്റ് കാസ്റ്റുകൾ ഉണ്ട്. ആ ഒരു കാസ്റ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ടും എന്താണ്? ഡിഫറെന്റ് ട്രഡീഷൻസ് ആണ്, ഡിഫറെന്റ് കൾച്ചേഴ്സ് ആണ്. അപ്പോൾ അതെല്ലാം എന്ത് തന്നെയാണ്? നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റിനെ ഡൈവേഴ്സിഫൈഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ അതിൽ വരുന്നതാണ് ട്രൈബൽ കമ്മ്യൂണിറ്റി. നമ്മളുടെ ടോട്ടൽ പോപ്പുലേഷനിൽ ഒരു 8% എന്ന് പറയുന്നത് നമ്മളുടെ ട്രൈബൽ പോപ്പുലേഷൻ ആണ് വരുന്നത്. ട്രൈബൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അവർക്ക് കോമൺ ആയിട്ടുള്ള ഒരു ആചാരം ഉണ്ടാവാം, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഉണ്ടാവാം, അവരുടെ ട്രഡീഷൻ ഉണ്ടാവാം. അങ്ങനെ അതെല്ലാം കോമൺ ആയിട്ട് ആചരിച്ചു വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ ട്രൈബൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ട്രൈബൽ കമ്മ്യൂണിറ്റി നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ട്. അവർക്കെല്ലാം എന്താണ്? അവരുടേതായിട്ടുള്ള ആചാരങ്ങളുണ്ട്. നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ട്രഡീഷൻ ആയിരിക്കില്ല അവർക്ക് കുറച്ചും കൂടി ഇൻട്രോവേർട്ട് ആവാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഉൾവലിഞ്ഞിട്ടുള്ള പ്രഭാവങ്ങളായിരിക്കും അവരുടെ ഉള്ളിൽ ഉണ്ടാവുക. ഇപ്പോൾ നമ്മളുടെ പണ്ടത്തെ പോലത്തെ ഉള്ള
ട്രൈബൽ കമ്മ്യൂണിറ്റി അല്ല, ഇന്ന് കുറച്ചും കൂടി അവര് മോഡിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്നും വേട്ടയാടി ജീവിക്കുന്ന കുറച്ച് ട്രൈബൽ പീപ്പിൾ നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ എന്താണ്, അവരുടെ ഒരു ഏരിയയിൽ താമസിക്കും. ഇപ്പൊ വയനാട്ടിലുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെയുള്ള എല്ലാവർക്കും ആ ഒരു ട്രഡീഷനെ ബേസ് ചെയ്തിട്ട് ഒരു കോമൺ നെയിം ഉണ്ടാവാം, ഒരു കോമൺ ട്രഡീഷൻ ഉണ്ടാവാം. ആ ഒരു കോമൺ ട്രഡീഷനെ ബേസ് ചെയ്തിട്ട് ഒരു കോമൺ ഫുഡ് ഹാബിറ്റ്സ് എല്ലാം അങ്ങനെയായിരിക്കും അവർക്ക് ഉണ്ടാവുക. പക്ഷെ അതായിരിക്കില്ല നമ്മളുടെ വേറെ ഏതെങ്കിലും ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ അവർക്ക് പേര് വേറെ ആയിരിക്കാം, അതുപോലെ തന്നെ വേറെ ട്രഡീഷൻ ആയിരിക്കാം, അവർക്ക് ഈ ഒരു രീതിയിലുള്ള ആചാരങ്ങൾ ഒന്നും ആയിരിക്കില്ല, അവർക്ക് വ്യത്യസ്ത രീതിയിലുള്ള ആചാരങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയും നമ്മളുടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 8% ട്രൈബൽ പോപ്പുലേഷൻ ആണ്. അപ്പൊ ഈ ഒരു ട്രൈബൽ പോപ്പുലേഷൻ നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റീനെ എന്താക്കി മാറ്റുന്നത്, ഡൈവേഴ്സിഫൈഡ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു, ലാംഗ്വേജ് പറഞ്ഞു, റീജിയൻ പറഞ്ഞു, ദെൻ ഫിസിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞു, റിലീജിയൻ പറഞ്ഞു, ക്ലാസ് ആൻഡ് കാസ്റ്റ് പറഞ്ഞു, ദെൻ ലാസ്റ്റ് വൺ ട്രൈബൽ പോപ്പുലേഷനും പറഞ്ഞു. അപ്പൊ നമ്മൾ ഇത്ര നേരം നോക്കിയിട്ടുണ്ടായിരുന്ന ഡൈവേഴ്സിറ്റീസിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡൈവേഴ്സിറ്റി അറ്റ് സോഷ്യൽ ലെവൽ, ഇൻഡിവിജ്വൽ ലെവൽ ആൻഡ് ഇന്ത്യൻ സൊസൈറ്റി, അത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു BEd ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ ഡൈവേഴ്സിറ്റി എന്നൊരു കോൺസെപ്റ്റിനെ ആദ്യം നമ്മൾ പഠിക്കുന്നത്? നമ്മളുടെ ക്ലാസ്സിൽ നമ്മളൊരു 40 കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ നമ്മൾ ടീച്ചറായിട്ട് പോകുമ്പോൾ 40 പേരും എന്താണ്, വ്യത്യസ്തരായിരിക്കും. 40 യുണീക്ക് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പൊ നമ്മൾ സെയിം ഔട്ട്പുട്ട് ആയിരിക്കില്ല നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഒരേ സാധനം എല്ലാവരും തരണമെന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഓരോ കുട്ടികളും വ്യത്യസ്തരായിരിക്കും. ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പീപ്പിൾസ് ആണ് നമ്മളുടെ മുന്നിലിരിക്കുന്നത്. ആർക്കും ബോധം വേണം, ഒരു ടീച്ചർക്ക് ബോധം വേണം. ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ കുട്ടികളായിരിക്കും അവർക്ക്. അപ്പൊ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടി പഠിക്കാൻ മോശമാണെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ എക്സ്ട്രാ കോകരിക്കുലർ ആക്ടിവിറ്റീസിന് നല്ല മുൻപോട്ട് വരുന്ന കുട്ടിയായിരിക്കും. അപ്പൊ കുട്ടികളുടെ സ്കിൽസ് അറിഞ്ഞിട്ട് വേണം നമ്മൾ ടീച്ചേഴ്സിനെ അവരെ മോൾഡ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ എല്ലാവരും ഒരേ ഔട്ട്പുട്ട് അല്ല കിട്ടേണ്ടത്. ആ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ കൾച്ചർ എല്ലാം ബേസ് ചെയ്തിട്ട് അവരുടെ സ്കില്ല്, എബിലിറ്റിയിലൊക്കെ വ്യത്യാസം വരാം. അപ്പൊ അതിലെല്ലാം ഡൈവേഴ്സിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ ഈ ഒരു പേപ്പറിൽ കോൺസെപ്റ്റ് ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു പോർഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചെറിയൊരു പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.